രുക്മിണിയോ? അതാരത്? കണ്ടോ ഇപ്പൊ ഞെട്ടും. ഇതാ തമിഴ് പാട്ടിലെ രുക്മിണിയല്ലേ? മലയാളത്തിലെ രുക്മിണിയാ. മലയാളത്തിലെ രുക്മിണിയോ? മീശമാധവന്റെ രുക്മിണി. ഓ അത് ശരി, മീശമാധവന്റെ രുക്മിണിയാണ് രുക്മിണി. നമ്മുടെ പിള്ളേച്ചന്റെ മോള് രുക്മിണിയാണോ? അതെ അതെ അതെ. എന്റെ അച്ഛന്റെ മോള് രുക്മിണി. മീനുടി ചേച്ചി, എന്തോ എന്റെ മാല കാണാനില്ല. അയ്യോ, ഇനി ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞു മാല ഇട്ടായിരുന്നോ? ഞാൻ 2 മാല ഇട്ടു, ഇപ്പൊ നോക്ക്. അയ്യോ, എന്താ എന്റെ ഫോണും കാണാനില്ല. ഫോണും പോയോ? ഫോണും കാണാനില്ല. അത് റൂമിൽ കാണും അത്. ഇല്ല, ഇപ്പൊ ഫോൺ ചെയ്ത് ഞാൻ ഇവിടെ വച്ചതേ ഉള്ളൂ കുറച്ചു മുമ്പ്. അതെങ്ങനെ പോവാനാ? ഇതാരത് ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോവാനായിട്ട്? മീനുട്ടാ, എന്തോ ഇപ്പൊ യാമിയുടെ മാലയും പോയി, മധുവിന്റെ ഫോണും പോയി. ഇതൊരു നോർമൽ സംഭവമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എന്റെ വല്ലതും പോയിട്ടുണ്ടോ നോക്കട്ടെ. അയ്യോ, എന്റെ മെറ്റാ ക്ലാസ് കാണുന്നില്ല. ബാഗിൽ തപ്പി നോക്കിയേ. അതും പോയോ? ഇല്ല. രാഘു, നമുക്ക് പോലീസിനെ വിളിക്കാം. ഇതാരാ? ഇതാരാത്? മാധവൻ, മീശ മാധവൻ. ഇവൻ തന്നെ ആയിരിക്കും എല്ലാം മോഷ്ടിച്ചത്. നാളെ മിനുട്ടി എന്തോ പുറത്ത് കിടക്കുന്ന KL07 DJ 3749 ബോർഡ് വെച്ച മഞ്ഞക്കാറ് ഇവിടെയാണോ? എന്റെ കാറിൽ വല്ലതും തൊട്ടാൽ മീശ ഞാൻ പറിച്ചെടുക്കും കേട്ടോ. മതങ്ങൾ എത്രയും പെട്ടെന്ന് ഈപ്പൻ പാപ്പച്ചി കളിക്കുവാ. മിക്കവാറും ഞാൻ തന്നെ ഈപ്പൻ പാപ്പച്ചി ആവേണ്ടി വരും. എവിടെ എന്റെ ഫോൺ? എന്റെ മെറ്റാ ക്ലാസ്, എന്റെ കാറ്. മാധവൻ കള്ളനാ, പക്ഷേ ഇതുപോലത്തെ ചീള് സാധനങ്ങളൊന്നും മാധവൻ കക്കാറില്ല. എവിടെയെങ്കിലും പോയി വിറ്റ് കാണും അത്. ഞാൻ പറഞ്ഞല്ലോ മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കട്ടത്തൊന്നും ഈ സ്റ്റുഡിയോ വിട്ട് പുറത്തു പോയിട്ടില്ല. എടാ, നിന്ന് കഥാപ്രസംഗം നടത്താതെ എന്റെ മെറ്റാ ക്ലാസ് താടാ. മാധവൻ എങ്ങനെയാ കള്ളനായെന്ന് ചേച്ചിക്ക് അറിയാമോ? ഓരോ സ്റ്റേജുകൾ മാറി മാറി പാട്ട് പാടി നടന്ന ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല, അറിയിച്ചിട്ടില്ല. കൺമണിയുടെ പാട്ട് പഠിക്കുന്ന ഫോൺ പൊട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോ അവൾക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ മധുവങ്ങളുടെ ഫോൺ എടുത്തത്. ധനുശ്രീയുടെ അടുത്ത പാട്ടിന് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആര്യ ചേച്ചിയുടെ മെറ്റാ ഗ്ലാസ് എടുത്തത്. എന്റെ ഗ്ലാസ് മാല, വാസുകിയുടെ കുഞ്ഞനിയത്തിക്ക് ഒരു മാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചത് കൊണ്ടാ അവളുടെ കരച്ചിൽ നിർത്താനാണ് ഞാൻ നിന്റെ മാല എടുത്തത്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കള്ളൻ എന്ന വിളി മാത്രമാ ബാക്കി. സോറി മാധവേട്ടാ, നീയും അവരുടെ കൂടെ ചേർന്ന് എന്നെ കള്ളാന്ന് വിളിച്ചില്ലേ? ഞാൻ അതിന് സോറി പറഞ്ഞല്ലോ. ഞാൻ പോകുക. MJ അങ്കിളെ, മധുവങ്ങളെ, ആര്യ ചേച്ചി, മീനുട്ടി ചേച്ചി, ഞാൻ പോകുക. അയ്യോ പോവല്ലേ. ഇത് ഊരാനാ. അയ്യോ വെറുതെ സന്തോഷയോ? രണ്ടുപേരും അടിപൊളിയാണല്ലോ രണ്ടുപേരും. ആന്ന് പറഞ്ഞില്ലേ, ഇനി ലാസ്റ്റ് മിഠായി മഴയ്ക്ക് മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന്. മീശമാധവന് കൊടുത്താ കട്ടുകൊണ്ട് പോകും. ഗിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു. ചേച്ചി എന്തിനാ അടുത്ത പ്രാവശ്യം കൊണ്ടുതരാം. കൊണ്ടുവരാം. സത്യം പറ. സത്യം. അതെന്താ ഇപ്പൊ നവനീത് കൂട്ടനല്ലോ, ഇപ്പൊ മീശ മാധവനല്ലേ. അപ്പൊ എങ്ങനെ ഈ കള്ളന് ഗിഫ്റ്റ് കൊടുക്കാം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാസ്ക് മാറ്റിയ നവനീത. അടുത്ത പെർഫോമൻസ് വരുമ്പോ നവനീത് കൂട്ടനാണല്ലോ, അപ്പൊ തരും അല്ലേ? അതെ അതെ. വേണ്ട, ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് തന്നെ വേണോ? അത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോ കൊണ്ടുതരാം. ഇന്ന് കിട്ടിയില്ലെങ്കിൽ രാകേഷ് അങ്കിൾ ഒന്ന് തപ്പി നോക്കട്ടെ. അല്ലേ രാകേഷ്? അല്ലേ രാകേഷ് അങ്കിൾ? ഇപ്പൊ ഏത് പാട്ടാണ് രണ്ടുപേരും കൂടെ പാടാൻ പോകുന്നത്? അതെ, എന്റെ എല്ലാം എല്ലാം അല്ലേ. നല്ല രസമായിരിക്കും രണ്ടുപേരും അടിപൊളിയായിരിക്കും. ആരാണ് ചെമ്പരുന്ത്? ചെമ്പരുന്താ? ചെമ്പരുന്ത് ഇവള് ആണോ? യാമിയാണ് ചെമ്പരുന്ത്. എന്നെ ചെമ്പരുന്നോ? ഇവനാരാന്ന് എനിക്കറിയാം. വാളൊന്ന് പോന്ന് കുതിച്ചു. ഞാനാണ് ചെമ്പരുന്ത്, ഇവളാണ് കാലിലെ പാദസരൻ. പാദസരൻ. ഓക്കെ, സൈഡ് മാറി. കാലിലെ കാണാൻ പാദസരൻ ഞാനല്ലേ? ഞാനല്ലേ. യാമി പാട്ടിനിടയില് പോടാ എന്ന് വിളിക്കുന്നുണ്ടോ? എങ്ങനെയാ കാണിച്ചേ? എങ്ങനെയാ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അവസാനത്തെ പോടാന്നുള്ള കുറച്ചും കൂടി ശക്തിയിൽ വിളിച്ചോ. അതെ, എന്തോ
ഡീറ്റെയിൽസ് എവിടെ ഡീറ്റെയിൽസ് എവിടെയാണ് അമ്മയോട്? ആ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഞാൻ പറയാം. വർഷം 2002. അറിയില്ലേ? രുക്മിണി മറന്നുപോയി. രുക്കു മറന്നു. പഠിപ്പിച്ചില്ല രുക്മിണിയെ. എന്നാ ശരി ഞാൻ പറയാം. പറഞ്ഞോ. റിലിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. മ്യൂസിക് വിദ്യാസാഗർ സാർ. പാടിയത് യേശുദാസ് അങ്കിൾ, സുജാത ആന്റി. വർഷം പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. പടം സിനിമ മീശ മാധവ്. ഡീറ്റെയിൽസ് പഠിപ്പിക്കാൻ. വേഗം പോയി പഠിക്കോ. അതെ, സമയം കളയണ്ട, വേഗം പഠിക്കോ. മറക്കാതെ എനിക്ക് പ്രോമിസ്. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, കിലുങ്ങാകിങ്ങണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടെ, പിണങ്ങാനെന്താണ് മീനുങ്ങാനെന്താണ് മായങ്ങാനെന്താണ് എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് ചെമ്പരുന്നല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. എനിക്കല്ലേ
കൺഗ്രാജുലേഷൻസ്. Thank you. കൺഗ്രാജുലേഷൻസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് ഒരു കാര്യം പറഞ്ഞു? ഞാൻ മാതാട്ടിനോട് എപ്പോഴും പറയാം മോഷ്ടിക്കല്ലേ മോഷ്ടിക്കല്ലേ എന്ന്. എന്റെ അച്ഛനടുത്ത് കുറെ പൈസ ഉണ്ടല്ലോ, അതെടുത്ത് ജീവിച്ചാ പോരാ, പിന്നെന്തിനാ മോഷ്ടിക്കേണ്ട ആവശ്യം. പക്ഷെ മാതാട്ടം പറയാ എനിക്ക് മോഷ്ടിക്കുന്ന ശീലായി പോയി. അതും പോരാണ്ട് ഇപ്പൊ പറയാ രാത്രി കക്കാൻ പോകുമ്പോ പ്രേതത്തിനൊക്കെ പേടിയാ നീയും വാടി രുക്മണിന്ന്. എനിക്ക് പ്രേതത്തിന് പേടിയില്ല. ഗ്രാനീനെ കണ്ട ഗ്രാനിയുടെ വടിയെടുത്ത് തലക്കെട്ടടിച്ച് കൊല്ലുന്നു. അവളുടെ പൈസ അല്ലേ, പിന്നെ നീ എന്തിനാ മോഷ്ടിക്കണേ? എന്റെ ബെസ്റ്റിയുടെ കല്യാണം നടക്കുന്നത് നാളെയാ. അപ്പോ അവൾക്ക് വേണ്ടി എന്റെ കയ്യിൽ പൈസ ഇല്ല. അത് കാരണം ഞാൻ അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ മോഷ്ടിക്കുന്നത്. ബെസ്റ്റിയുടെ കല്യാണം നടത്താൻ മോഷ്ടിക്കുന്നത്. ബെസ്റ്റി ആരാ? കമ്മണി കമ്മണി. കമ്മണി കേശുവുമായിട്ട് കല്യാണം കഴിക്കുന്ന പറഞ്ഞു. കേശു അതാരാ? ആദ്യ കേശു കമ്മണിയോ? എപ്പോ തീരുമാനിച്ചു? ഇന്നലെ തീരുമാനിച്ചു. അപ്പൊ നാളെയാണ് കല്യാണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പൈസ എനിക്ക് മോഷ്ടിക്കണം. അതാണ്. അപ്പൊ നവനീതോടൻ യാമിയെ കെട്ടിയതോടുകൂടി കൺമണിക്കുട്ടി മാറി. കേശുവിനെ കെട്ടാനുള്ള അതിനാണ് മോഷ്ടിക്കുന്നത്. അതെ, പോരാത്തതിന് കല്യാണവും തീരുമാനിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞ് ഇപ്രാവശ്യം അവരുടെ കല്യാണം എനിക്ക് തന്നെ അറിയാം. ആരുടെ? എന്റെ കല്യാണം. സന്തോഷം. കല്യാണം കഴിച്ചു അവസാനം. പിന്നെ ഈ മാലിട്ടേക്കുന്ന കല്യാണത്തിന് വേണ്ടിയല്ലേ? അതെ 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 അതെ. നിങ്ങള് ഹാപ്പി ആണല്ലോ അല്ലേ? മാധവന് ഇത്ര ഇഷ്ടമെന്ന് പറഞ്ഞ പിന്നെ പോടാന്നൊക്കെ പറയണ എന്തിനാ? മാധവന് ഇഷ്ടമായത് കൊണ്ട് ഇങ്ങനെ ചുമ്മാ എന്നെ ഇങ്ങനെ ഞാൻ കുളിച്ചതായിരുന്നു. ഇവൻ കുളിച്ചില്ലേ? മാധവൻ കുളിച്ചില്ലേ? മാധവൻ കുളിച്ചില്ല. അയ്യോ. ഞാൻ കുളിച്ചു പല്ലേച്ചു മുടി നേരെയാക്കി ഡ്രസ് ഇട്ടു. ഇവിടെ വന്നു. പിന്നെ കല്യാണം ആകുമ്പോ പിന്നെ കുളിക്കണ്ടേ അല്ലേ? ശരിക്കും കുളിച്ചില്ല. കുളിച്ചിട്ട് വന്നാ മതി. ഇവള് കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നതേ പച്ചക്കള്ളം. എന്നിട്ട് എന്നെ തൊടാൻ വരുക. ഞാൻ കുളിച്ചതാ. അല്ല അതെ ഞാൻ കുളിച്ചതാ. ഞാൻ വൃത്തിയുടെ പുഴയിലൊന്നും അല്ല ഒഴുകിയത്. ഞാൻ എന്റെ വീട്ടിലത്തെ ഷവറിലാ കുളിച്ചേ. ഇന്നലെ മോഷ്ടിക്കാൻ പോയിട്ട് വന്നിട്ട് എന്റെ ടാങ്ക് ഫുള്ളും ക്ലീൻ ആക്കുന്നതാ ഡെയിലി. യാമിക്കുട്ടി ഇന്നലെ മോഷണം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ടാണ് കല്യാണത്തിന് അത് ഷവറില്. ഞാനും കുളിച്ചില്ല. ഞാൻ കുളിക്കാൻ പോവാൻ വേണ്ടി തോർത്തതാ. കുളിച്ചില്ലേ? കുളിച്ചില്ലേ? മാറി. ഞാൻ കുളിക്കാൻ വേണ്ടി തോർത്തതാ. അപ്പൊ ഇവൻ വന്ന് എന്നെ തൊടുക. നീ എന്തിനാ യാമിക്കുട്ടി തുടരണേ? ഞാൻ എന്റെ നല്ല പെർഫ്യൂം ഒക്കെ വെച്ച് ഞാൻ അവളെ ഒന്ന് സെറ്റപ്പ് ആക്കി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണല്ലോ. അത് മതി. ബെസ്റ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വിഷമം വല്ലതും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കുട്ടിയുടെ കല്യാണം എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും. യാമിക്കുട്ടിയുടെ കല്യാണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കല്യാണ പെണ്ണും ചെക്കനും അങ്ങോട്ട് പോവാം. വാ, കൈ പിടിക്കാം. വാ. നമ്മുടെ എല്ലാമല്ലേ എന്റെ ചേലത്ത് ചിമ്പരുന്നല്ലേ ഞാനല്ലേ എന്റെ മാറിലെ മായ ചന്ദന പൊട്ട് എനിക്കല്ലേ എന്തൊക്കെ കാണണോ അല്ലേ? എന്തായിരുന്നു? നമുക്ക് സാക്ഷികളാവാൻ പറ്റിയല്ലോ ഈ മുഹൂർത്തത്തിന്. ശരിക്കും ഇനി കല്യാണം നടത്താം. ഇനി നടത്തണം. ഇനിയില്ല, ഒന്ന് കഴിഞ്ഞില്ലേ? ഇനി കല്യാണം നടത്താം. കല്യാണം കഴിഞ്ഞിട്ടാ. അപ്പൊ ഇതിപ്പോ എന്തായിരുന്നു? നീ എന്താ വേണ്ടേ? ഇനി ബിരിയാണി നമുക്കില്ലേ? ബിരിയാണി നമുക്ക് ക്യാൻറ്റീനിന്ന് കഴിക്കാം. അങ്ങനെയല്ല, ഇത് ഒറിജിനലായിട്ട് പിന്നെ സദ്യയൊക്കെ വേണം. അതാണ് കാര്യം. വാഴയിലിട്ട് പിന്നെ അതിനിങ്ങനെ കോരി കളിക്കാൻ കല്യാണല്ലേ? ഇതൊന്നും പോരാ. ഒരു സത്യ ശരിക്കും ഇവളുടെ വിചാരം കല്യാണം കഴിഞ്ഞു വിചാരിച്ചേക്കണേ. സദ്യ വേണം ഇനി. ഇതൊന്നും പോരാ. എന്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ നിനക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ? ഈ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? എല്ലാവരും ഒന്നായിട്ട് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അതിന് നല്ലൊരു കൈ. ബിരിയാണി വാങ്ങിച്ചു തരാട്ടാ. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം. അടുത്ത പ്രാവശ്യം നമ്മുടെ അടുത്ത പ്രാവശ്യം
കല്യാണോ? അതാരുടെ കൂടെ? അത് കഴിഞ്ഞു. അത് പറഞ്ഞോടനെ അവനോട് അതാരുടെ കൂടെ നിന്നെയാണ് ഞാൻ സ്നേഹിക്കണേ, പക്ഷെ അടുത്ത ദിവസം റിച്വലിലൂടെ നീ എന്റെ കൂടെ കല്യാണം കഴിച്ചാ പിന്നെ നീ എന്റെ സ്വന്തമാണ്. പോവില്ല. എന്റെ സ്വന്തമാണ്. പിന്നെ എന്നിട്ടിപ്പോ കല്യാണം കഴിച്ചല്ലോ. നല്ലൊരു വിഷ്വൽ. നവനീതോട്ടാ മറ്റേ കനവിലെ കള്ളൻ എന്ന് പാടിയില്ലേ, അതെങ്ങനെയായിരുന്നു പാടിയത്? കനവിലെ കള്ളൻ ഞാനല്ലേ. അങ്ങനെ പാടിയില്ലേ? അതെങ്ങനെ പാടിയത്? റെഡി. അത് കനവിലെ കള്ളൻ ഞാനല്ലേ. വേറൊരു സ്ഥലത്ത് അത് എവിടെയാണ് മറന്നുപോയല്ലോ, എന്ന് പാടിയത് അതാണോ? അതന്നെ. അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഹോയ് 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 ഉണ്ട് ഒരു സ്ഥലത്ത്. ഹൊയ് 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 അതെ അതെ അത് നന്നായിരുന്നു. താങ്ക് യു. യാമിക്കുട്ടി ആദ്യം ഭയങ്കര ദേഷ്യം കാണിച്ചില്ല, അത് അങ്കിളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലേ? ഉടനെ ഭയങ്കര ദേഷ്യമായി കേട്ടോ. എന്തായിരുന്നു ദേഷ്യം? എന്നെ എന്താ പുരുഷമെന്ന് വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു ലുക്ക് എന്നൊക്കെ വെച്ചിട്ട് ഒരു ലുക്ക് വിളിച്ചതാ. ആണോ? അങ്ങനെയാണോ? Look ആണോ? ഇത് വെടിയാവുന്നവരോട് നോക്കിക്കേ. ഭയങ്കര വല്ലാണ്ട് ശരിയാട്ടോ. ക്യാപ്റ്റൻ പേടിച്ചോ? പേടിയാവുന്നുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും പാടിയത്, യാമിക്കുട്ടിയും നവനീതൂട്ടനും കേട്ടോ. മിടുക്കന്മാരായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. ഒരു മിടുക്കനോ ഒരു മിടുക്കി. ഒരു മിടുക്കനും ഒരു മിടുക്കി അടിപൊളിയായിട്ട് പാടി. എനിക്ക് ആ ഹൈ പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു? മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം. അതൊക്കെ ഗംഭീരായിരുന്നു. അത് മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം. മുല്ലനിലാവത്ത് മിന്നുമരുവിയാൽ മുത്തരഞ്ഞാണം തീർക്കാം. കിടിലൻ പെർഫോമൻസ്. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും ചക്കര ഉമ്മ. താങ്ക് യു ഹരി ചേച്ചി. തിരിച്ചൊരു 100 ഉമ്മ തരട്ടെ. ഓക്കെ. ശരിക്കും ഗ്രാമത്തിൽ പോയൊരു കല്യാണത്തിൽ പങ്കെടുത്ത പോലെ ഉണ്ടായിരുന്നു ശരിക്കും. താങ്ക് യു. എന്തായിരുന്നു ആ അഭിനയം, ആ ഇടയ്ക്കുള്ള ഡാൻസും ആ മുഖത്തുള്ള എക്സ്പ്രഷൻസും ഒക്കെ എന്തായിരുന്നു? ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ശരിക്കും ആ സിനിമയിൽ ആ പാട്ടിലുള്ള പോലെ തന്നെ. അതെ, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന്. താങ്ക് യു. വളരെ സന്തോഷായി. താങ്ക് യു. പച്ചൊരു കാര്യണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാരും രാകേഷങ്കളും അംജങ്കളും ആരിച്ചേച്ചി മധുവങ്കളും അമ്മയും അച്ഛനും അമ്മൂമ്മയും അങ്കിളും എല്ലാരും കൂടെ എനിക്കൊരു ക്ലാപ്പ് കിട്ടുവോ? കല്യാണ സ്പെഷ്യൽ ഒരാൾക്ക് മാത്രമല്ല രണ്ടുപേർക്ക് വേണം ക്ലാപ്പ് കേട്ടോ. അതെ അതെ. നവനീതോട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു സമ്മാനം തരുന്നു. ഇത് രണ്ടുപേരും കൂടെ കേൾക്കണേ. യാമിക്കുട്ടി, നവനീതോട്ട് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോഴത്തേക്കും ഒരു പ്രസന്റ് കൊണ്ടുവരാന്ന്. അപ്പൊ നമ്മുടെ നവനീതോട്ടനുള്ള ഒരു പ്രസന്റ് അങ്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അങ്കിള് ഫ്ലൈറ്റിൽ വെളിയിൽ പോകുന്നുണ്ട് അടുത്ത ആഴ്ച പോകുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു സംഭവം ഞാൻ യാമിക്കുട്ടിക്ക് കൊണ്ടുവരും. ഓക്കെ? അപ്പൊ യാമിക്കുട്ടിയുടെ ഗിഫ്റ്റ് അപ്പൊ കൊണ്ടുവരാമേ. ഇപ്പൊ നവനീതോട്ടിന്റെ കൊടുക്കട്ടെ. എന്റെ ഗിഫ്റ്റ് ഷെയർ ചെയ്യാം. കൊണ്ടുവരട്ടെ. നവനീതോട്ടാ ഇത് കണ്ടോ? യാമിക്കുട്ടി പിടിച്ചോ, രണ്ടുപേരുടെ അല്ലേ? അത് പിന്നെ നോക്കാം. അത് പിന്നെ നോക്കാം. ഓടിക്കുന്നത് നമുക്ക് പിന്നെ പിടിച്ചു. എന്റെ കയ്യിലിരിക്കട്ടെ. അവിടെ തീർത്തരാം. ഇപ്പോഴേ കൺട്രോൾ ചെയ്ത് തുടങ്ങി. യാമിക്കുട്ടി, അങ്കിൾ പറഞ്ഞില്ലേ യാമിക്കുട്ടിക്ക് ഒരു സംഭവം അങ്കിൾ കൊണ്ടുവരും കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോ അങ്കിൾ ഒരു സംഭവം കൊണ്ടുവരും കേട്ടോ. ഓക്കെ? അപ്പൊ നമുക്ക് മധുരമഴ കൊടുത്താലോ? കൊടുക്കാം. നവദമ്പതികൾക്ക് പോരട്ടകരെ ഒരു മധുരമഴ. എടുത്തോ, രണ്ടുപേരെടുത്തു.
സങ്കടമാണ് കൈ പിടിക്കും. അവളുടെ മൈക്കാണ് ഇട്ടിട്ട് പോയത്. ഗുഡ് നൈറ്റ് ബൈ. ഗുഡ് നൈറ്റ് ബൈ.